ഞാൻ എൻ്റെ പല മുൻ വീഡിയോസിലും പ്രതിപാദിച്ച വിഷയം ആണ് ഖത്തറിൻ്റെ മുൻ പ്രധാനമന്ത്രി ബിൻ ജാസിം. അദ്ദേഹം ഒരു പത്രത്തിന് പറഞ്ഞ കാര്യമാണ്, ജനാധിപത്യ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും മാസപ്പടി ഖത്തർ നൽകുന്നു. ഖത്തർ അതിസമ്പന്നമായിട്ടുള്ള രാജ്യമാണ്. ആളോഹരി വരുമാനത്തിൽ ഒരു പക്ഷേ ലക്സംബർഗ് അങ്ങനെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെക്കാളും പണമാണ് അവരുടെ കയ്യിലുള്ളത്. അത് ഈ LNG പോലെയുള്ള ഇത് അവരുടെ ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് ഒക്കെ അവരിൽ അതിസമ്പന്നമായിട്ടും അത് വിറ്റ് ഇതാക്കുന്നത്. എന്നതിനർത്ഥം നമ്മൾ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ പോകുന്ന ഒരു തൊഴിലാളികൾക്കും അവരെ അടിമകളെ പോലെയാണ് അവർ കാണുന്നത്. അവിടെ ജനാധിപത്യമില്ല. അവരെ ഒരു ഈ ലേബർ ക്യാമ്പുകളിൽ താമസിപ്പിച്ചാണ് തൊഴിലെടുപ്പിക്കുന്നത്. എന്നാൽ അവിടുത്തെ പൗരന്മാർക്ക് ആളോഹരി വരുമാനത്തിൽ അത്രമാത്രം സമ്പന്നമായ രാജ്യമാണ്. അപ്പം ഈ സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ അവർ ചെലവാക്കുന്നത് ഒരിക്കലും അവിടെ വരുന്ന തൊഴിലാളികളുടെ ജീവിത സൗകര്യം കൂട്ടുന്നതിനോ വേണ്ടിയല്ല. അതിൽ തെറ്റൂല. കാരണം നമ്മുടെ രാഷ്ട്രീയക്കാരാണ് അതിന് ഉത്തരവാദികൾ. കാരണം ഈ നമ്മുടെ രാജ്യത്തെ ആ തൊഴിലില്ലായ്മയും അതിൻ്റെ ആ ഒരു ഇതാണ് അവർക്ക് അവിടെ പോകേണ്ടി വരുന്ന ഒരു സ്ഥിതി വരുന്നത്. അപ്പോൾ ഈ രാജ്യം അവിടെ ഒരു മാധ്യമം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു യൂട്യൂബർ ആണെങ്കിൽ പോലും അവർ ട്രംപിനെ പോലും വിലയിട്ടെടുക്കും ഒരു വിമാനം കൊടുത്ത്. അതാണ് അവരുടെ മതവിശ്വാസം വളർത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് അവർ വിശ്വസിക്കുന്ന ഇതിൽ. അപ്പോൾ അത്രമാത്രം പണം അവരിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള രാഷ്ട്രീയക്കാർ മതേതരത്വം പറയുന്നവർ, നിങ്ങളുടെ മുമ്പിൽ മതേതരത്വം പറയുന്നവർ, നിങ്ങൾ ഇത്തവണയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. അതിൽ കതറിട്ട് നടക്കുന്ന മതേതരത്വം സ്നേഹം എന്നും പറഞ്ഞ് നടക്കുന്നവർ അതിലേക്ക് ഉണ്ട്. നിങ്ങൾ വോട്ട് ചെയ്ത്, നിങ്ങൾ അറിയാതെ ആയിരിക്കും വോട്ട് ചെയ്യുന്നത്, പക്ഷേ മതേതരത്വം സ്നേഹവും പറയുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ചെറിയ യൂട്യൂബർ ഇത്തിരി വളർന്നു വന്ന ഒരു 10,000-50,000 1,00,000 ആൾക്കാരൊക്കെ അവരുടെ യൂട്യൂബ് കാണുമ്പോഴേക്കും ഈ പണം അവിടെ എത്തും. ഞാൻ ഈ പ്രതിപാദിക്കുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി എന്തോ ദേശീയ ഇതിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തോ ഓട്ടത്തിന് പോയിട്ട് എന്തോ വെങ്കലോ 4ാം സ്ഥാനോ 3ാം സ്ഥാനോ എന്തൊക്കെയോ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞ് ഒരു 10-25 ലക്ഷം രൂപ അടിച്ചു മാറ്റി ലണ്ടനിൽ പോയിട്ട് ഓട്ടം പഠിക്കാൻ, അതായത് 3ാം സ്ഥാനം 4ാം സ്ഥാനം കിട്ടിയതിന് അതിലെന്തൊക്കെയോ തിരിമറികൾ ഉള്ളതായിട്ട് ഒരു കാലഘട്ടത്തിൽ കുറച്ച് മാധ്യമങ്ങൾ അത് പുറത്തു വന്ന് പറഞ്ഞു. അതിൽ പ്രമുഖനായിരുന്നു 24 ന്യൂസ് ചാനലിലെ ശ്രീകണ്ഠൻ നായർ. അന്ന് അദ്ദേഹത്തിൻ്റെ വായടപ്പിച്ചത് ശ്രീകുണ്ഠൻ നായർ എന്ന് വിളിച്ച് അവഹേളിച്ചാണ് ഈ മലർനാടൻ വ്യാജൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വായ അടപ്പിച്ചത്. അത് പിന്നെ ശ്രീകണ്ഠൻ നായർ മിണ്ടിയില്ല. അവിടെ ഒരു സെറ്റിൽമെൻറ്റ് നടന്നത്, അതായത് അന്ന് റിപ്പോർട്ടറിൻ്റെയും ഇന്ത്യ വിഷൻ്റെയൊക്കെ ഇത് തലപ്പത്തിരുന്നിരുന്ന നികേഷ് കുമാർ, MV രാഘവൻ്റെ മകൻ നികേഷ് കുമാർ ഒരു സെറ്റിൽമെൻറ്റ്, അവർ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുകൾ. പണമാണ്, പണത്തിന് പോലെ പരന്തും പറക്കില്ല. അപ്പോൾ അതിൽ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ മിണ്ടണില്ല. അതുപോലെ ഇദ്ദേഹം മിണ്ടാണ്ടായ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇദ്ദേഹം ഒരു ഇടകാലത്ത് വെച്ചിട്ട് ഒരു 160 ചാനൽ റിപ്പോർട്ടുകളോളം ഈ വീഡിയോസ് ഒരു പ്രമുഖ മാള് മുതലാളിക്കെതിരെ ഉണ്ടാക്കി. ആ ഒരു മാള് മുതലാളിക്കെതിരെ ഉണ്ടാക്കിയതിന് ശേഷം ഡൽഹി ഹൈക്കോടതി അതിനെതിരെ ഇത് ചെയ്യരുതെന്ന്, അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ 160 വീഡിയോസ് പിൻവലിച്ച് അടിയറവ് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, എല്ലാവരും വിചാരിച്ചത് ഇദ്ദേഹം ഒരു സുപ്രീം കോടതി പോവാം. ഡൽഹി ഹൈക്കോർട്ടാണ് പറഞ്ഞത്. സുപ്രീം കോടതി രസ്തോഗിയാണെന്നത്തെ അറ്റോർണി ജനറൽ രസ്തോഗിയാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഈ മാള് മുതലാളിക്ക് വേണ്ടി ഹാജരായത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ അല്പം അന്വേഷിച്ച് ചെന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇത്ര വൈകാരികമായിട്ട് തുടക്കത്തിൽ വളരെയധികം മുന്നോട്ട് വരാനുള്ള കാരണം, ഇദ്ദേഹം ഈ ഭാര്യയ്ക്ക് കിട്ടിയ 25 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് അതിലും കൂടുതൽ അടിച്ചെടുത്തിട്ട് ലണ്ടനിൽ പോയി കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലായത് UK ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ അമർന്ന് ഇദ്ദേഹത്തിനും അങ്ങനെ ദുരനുഭവങ്ങൾ ഉണ്ടായി പല ഭാഗത്തു നിന്നും. അപ്പം ഇദ്ദേഹം അന്ന് തുടക്കത്തിലുള്ള വീഡിയോസിൽ വന്ന് പറയാറുള്ളത്, ഇടത് ഇസ്ലാമികൾക്കെതിരെയാണ് എൻ്റെ മുന്നേറ്റം. ഇന്ന് അതങ്ങോട്ട് താഴ്ന്ന് ഏകദേശം മതേതരത്വത്തിലാകാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തി. ഇദ്ദേഹത്തിൻ്റെ ഒരു 5 വർഷം മുമ്പുള്ള വീഡിയോസ് നിങ്ങളെടുത്ത് കണ്ടാൽ വ്യക്തമായിട്ട് അതിനൊന്ന് താരതമ്യപ്പെടുത്തി തട്ടിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം
ഇദ്ദേഹം എവിടെ നിന്ന് എവിടേക്ക് തലകുത്തി വീണിരിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ അറിയാം. ഇടത് ഇസ്ലാമിസ്റ്റുകൾക്ക് ഇപ്പോൾ കുറച്ചൊക്കെ ഇടത് ഇസ്ലാമിസം മാത്രം അങ്ങോട്ട് ഇതുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. കാരണം മുമ്പുണ്ടാക്കിയ ഇതിന് വേണ്ടിയിട്ട് തന്നെയല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഈ നമ്മുടെ മോഡി എന്നൊക്കെ പറയുന്നത് വെറുതെ പറ്റിക്കാനാണെന്ന് സംഖ്യകൾക്ക് പോലും മനസ്സിലാകുന്ന സ്ഥിതിയാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഇദ്ദേഹത്തിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം വിളിച്ച് പറയുന്നത്, എനിക്ക് ആരും പൈസ തന്നിട്ടില്ല. പറയുന്ന ആൾക്കാർ എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ദുരനുഭവത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ചാനൽ പോലും തുറക്കുന്നത്. ഒരു 10-15 തുടക്കത്തിൽ ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരുന്നത്. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ നമ്മുടെ മുഖ്യമന്ത്രി തൊട്ട് ആരും വരി നിൽക്കും. കാരണം ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള സ്വാധീന വലയം ഇദ്ദേഹം ഉണ്ടാക്കി. ആ സ്വാധീന വലയത്തിൽ പെട്ടിട്ട് ഇദ്ദേഹം ഇന്ന് മതേതരനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പണ്ടത്തെ കഥകളോ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് സംഖ്യകളെ കൂട്ടും പിടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു കുടുംബത്തിൽപ്പെട്ടവരൊക്കെ കത്തോലിക്ക സഭയിലെ വൈദികന്മാരും കന്യാസ്ത്രീമാരൊക്കെ ഉണ്ട്. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ സംരക്ഷണം പല കാലത്തും പിണറായി പോലീസ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയപ്പോഴും അൻവർ പിന്നാലെ പോയപ്പോഴൊക്കെ അദ്ദേഹം എടുത്ത് കാണിച്ച് ആ സംരക്ഷണ വലയം ഉപയോഗിച്ചിട്ടുണ്ട്. സ്വന്തം കാര്യം അപ്പം അതിനു വേണ്ടി എന്തിനും ഉപയോഗിക്കും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്, ആ വിഷയം പ്രതിപാദിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ജാസ്മിൻ ഷാ. UNA യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ്റെ ജാസ്മിൻ ഷാ. കഴിഞ്ഞ 5 മാസത്തോളം ഏകദേശം മാർച്ചിൽ തൊട്ട് ജൂബിലി മിഷൻ അദ്ദേഹം ജാസ്മിൻ ഷാ പ്രത്യേകമായി എടുക്കുന്ന ചില ഇതുകളുണ്ട്, ആശുപത്രികളുണ്ട്. ആ ആശുപത്രികൾ എങ്ങനെയാണ് അടച്ചു പൂട്ടിക്കണം, അമല, ജൂബിലി മിഷനൊക്കെ. ഈ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ നടത്തുന്ന ആശുപത്രികളാണ്. അതുകൊണ്ട് അതിന് വലിയ ഇതുകളൊന്നുമില്ല. കത്തോലിക്ക സഭ കത്തിവെക്കുന്ന ആശുപത്രികൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചാലക്കുടി സ്വദേശിയാണ്. ചാലക്കുടിയിൽ നിന്നും കുറച്ച് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പോട്ടയിലൊരു ധന്യ ആശുപത്രി ഉണ്ട്. ഞാനൊരു തവണ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാലിനൊരു വേദനയായിട്ട്, അവിടെ ദിവസം ഫുട്ബോൾ കളിയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കാലിന് ഇത്തിരി വേദനയായിട്ട് ഞാൻ ഈ ധന്യ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് 75 രൂപയുള്ളൂ. അവിടുത്തെ ആ ഒരു കാഷ്വാലിറ്റിക്ക് കയറാനായിട്ട് 75 രൂപ. ഇന്നിപ്പോൾ മാറിയിട്ടുണ്ടോ 100 150 ഉള്ളിലാണ് ഇന്നും വരുള്ളൂ. ആ ഡോക്ടറെ കാണാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ, കാഷ്വാലിറ്റി, എമർജൻസി റൂമാണ് പറയുന്നത്. ഇവിടെ അറുത്ത് കൊന്ന് പൈസ വാങ്ങിയെടുക്കും. അമേരിക്കയിലോ എവിടെയും നിങ്ങൾക്കത് ലഭിക്കില്ല. കത്തോലിക്ക കന്യാസ്ത്രീമാർ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ആശുപത്രിയൊക്കെ അന്നൊക്കെ ആതുര സേവനം എന്ന് പറഞ്ഞാൽ ആതുര സേവനമായിരുന്നു. ഇവർക്കൊന്നും അങ്ങനെയുള്ള പണമോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും അതുപോലെ തന്നെ ഈ ആശുപത്രിക്ക് നടക്കുന്നത് പോട്ട തന്നെയാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ കാഷ്വാലിറ്റി, മരുന്നുകൾ ഒക്കെ പാടി കൂടി ഞാനിപ്പോൾ ഇറങ്ങി വന്ന് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുമ്പായിരിക്കാം, 5-6 വർഷം മുമ്പായിരിക്കാം ഇറങ്ങി വരുന്നത്. വെറും 200 രൂപ, അതായത് $2-3 കൊടുത്തിട്ട് അമേരിക്കയിൽ സ്വപ്നം കാണാൻ പറ്റില്ല ഇറങ്ങി വരുന്നത്. ഇതുപോലെ തന്നെ ജൂബിലി മിഷനിൽ ഒട്ടനവധി നമ്മൾ ഇത്തരത്തിലുള്ള ഈ ആതുര സേവനമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസവും ആരോഗ്യരംഗത്തും പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയുടെ ഒട്ടനവധി പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ കുറവുകളുണ്ടെങ്കിലും അവിടെ നിന്നും ഈ പറഞ്ഞ ധന്യ ആശുപത്രിയിൽ നിന്നും നിങ്ങൾ നേരെ ഹൈവേയിലേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ചെല്ലാം. പ്രീമിയർ കേബിൾസ് എന്ന് പറഞ്ഞ കറുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഇതുണ്ടായിരുന്നു. അവിടെ ഒരു അപ്പോളോ ആശുപത്രി ഒന്നുണ്ട്. അവിടെ ഒന്ന് കയറി നോക്കാം, അറിയാം അതിൻ്റെ രസം. അല്ലെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റി, ഈ അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് പൊന്തി വന്നിരുന്ന ലേക്ക് ഷോർ അവയവം വിൽക്കാണ്. ജോസഫ് സിനിമയിൽ കാണണോണം അവയവം അങ്ങോട്ട് വിൽക്കാണ്. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, നിങ്ങൾ വ്യായാമം ചെയ്താൽ ഈ പറഞ്ഞ ആശുപത്രികളുടെ ആവശ്യമൊന്നും വരില്ല കേട്ടോ. ഈ കാണുന്ന ആശുപത്രികൾ പണ്ടൊക്കെ ചാലക്കുടിയിൽ ഈ രാജഗിരിയും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആസ്റ്ററും ലേക്ക് ഷോറും അവയവം വിൽക്കാണ്. പച്ചയ്ക്ക് കൊന്നൊന്നും പറഞ്ഞിട്ട് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു, ഒപ്പിട്ടോളൂ, വിൽക്കാൻ ഒരു കസ്റ്റമർ റെഡിയാണ്, വിൽക്കാണ്. വ്യക്തമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, സംഭവിക്കുന്ന കാര്യങ്ങളാ. ഇവർക്ക് സമരം ചെയ്യേണ്ടത് ഈ ജൂബിലിയുടെയും അമലയുടെയും മുമ്പിലാണ്. ഇത് അമല എന്ന് പറയുന്നത് ഗബ്രിയേൽ അച്ഛൻ തുടങ്ങിയതാണ്. അമല ക്രൈസ്റ്റ് കോളേജ്, കാർമൽ, ഈ തൃശ്ശൂർ ഭാഗത്ത് അന്നൊക്കെ ഇത് ആതുര സേവനം തന്നെയായിരുന്നു. ആതുര സേവനം എന്ന് പറഞ്ഞാൽ പണത്തിന് ഈ പറഞ്ഞ മാതിരി വൈദികര് അവർ 10-15 വർഷം അവർ വിവാഹം കഴിച്ചിട്ടില്ല. അവരുടെ സുഖങ്ങൾ എല്ലാവരും അല്ലാട്ട ഞാൻ പറയുന്ന ഇത് ഒരു 90% വൈദികർ അവരെ തേര് കളയാനായിട്ട് റോബിൻ അച്ഛന്മാരും അങ്ങനെയുള്ള ഫ്രാങ്കോ ബിഷപ്പ്മാരൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയൊരിത് ഇന്ന് ഈ മലർനാടൻ്റെ വിഷയം ജാസ്മിൻ ഷാ പോയി അങ്ങോട്ട് പൂട്ടിക്കുമ്പോൾ ഇവരുടെ ശമ്പളം അതിനനുസരിച്ച് ഞാൻ മുമ്പും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ ഷാ 1.25 കോടി രൂപ കട്ടുമെന്നാണ് വന്നിരിക്കുന്നത്. അത് കുഴപ്പമില്ല, അത് ഇത്തിരി കോളല്ലേ കട്ടുള്ളൂ എന്നാണ് മറുനാടൻ്റെ ഭാഷ. മലർനാടൻ്റെ ഭാഷ അങ്ങനെയുള്ളൊരു ഭാഷയാണ് ഈ പറയുന്ന
ജാസ്മിൻ ഷാ ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു വിഷയം ഉന്നയിച്ചിരുന്നു, എന്തുകൊണ്ട് ഈ സ്ത്രീ സമൂഹമാണ്, മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീ സമൂഹങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് നഴ്സുമാരായിട്ട് മാലാകന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇതിലുള്ളത്. അവിടെ നിന്നും നേതൃത്വത്തിലേക്ക് ഒരാൾ വന്നാൽ എന്താ മലർനാടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മലർനാടൻ്റെ ഈ ദുരൂഹമായത് ഇത്തിരി പേര് വന്നു, പ്രശസ്തി വന്നു, 4 ആൾക്കാർ വിളിക്കുമ്പോഴുള്ള ആ പൊങ്ങച്ചുണ്ടല്ലോ, മുകളിലേക്ക് പോകുന്നോറും വീഴ്ചയുടെ ഉയരം വീഴുമെന്ന് ഈ പറഞ്ഞ ഇപ്പൊ കത്തോലിക്ക സഭേനൊക്കെ ഒന്ന് അങ്ങോട്ട് ഉപദേശിച്ച് കളയാമെന്ന് മലർനാടൻ വളർന്നോ എന്ന് കത്തോലിക്ക സഭയിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണം കേട്ടോ. വിളിച്ച് പറയണ്ടെന്ന് ഒരുത്തരും ഒരു ഈ വൈദികര് പീഡനം നടത്തിയിട്ടുണ്ടെങ്കിലും ഫ്രാങ്കോമാരുണ്ടെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ തന്നെ വേണം. ഒരു ദാക്ഷിണ്യം ഇത് ചെയ്യരുത്. പക്ഷേ ഈ പറഞ്ഞ മലർനാടൻ ജാസ്മിൻ ഷായുടെ കൂടി ജൂബിലി മിഷൻ ആശുപത്രി അടപ്പിക്കാനായിട്ട് നീ വളരുമ്പ മലർനാട വ്യാജ, നിന്നോട് ഞാൻ പറയാം, ഞാനല്ല ജനങ്ങൾ പറയും നിന്നോട്. നീ ശരിയാണ്, കുറേ കാര്യങ്ങൾ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ് ഞാൻ 1-2 കാര്യം ഉന്നയിച്ചു. ഈ പറഞ്ഞ 5-6 വർഷം മുമ്പാണ് മാളു മുതലാളിക്കെതിരെ നീങ്ങിയത്. ആ മാളു മുതലാളിയുടെ കേസ് സുപ്രീം കോടതി പോയോ? 5 വർഷമായില്ലേ? പോയി നിന്റെ സംസാര സ്വാതന്ത്ര്യം നീ പുനർസ്ഥാപിച്ചോ? നിന്റെ സംസാര സ്വാതന്ത്ര്യം നീ പുനർസ്ഥാപിക്കണം. നീ ഇടത് ഇസ്ലാമികൾക്കൊക്കെ നിൽക്കുന്ന ഇതാണല്ലോ. ഇപ്പം നിനക്ക് മതേതരത്വമാവാം, മതേതര ഇതുകളാവാം, ഇത്തിരി അങ്ങോട്ടാവാം, ഇത്തിരി ഇങ്ങോട്ടാവാം എന്നുള്ളൊരു ഇത് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ജൂബിലിയും അമലയും പോലെയുള്ള ആശുപത്രികൾ മാത്രം അടപ്പിച്ചാൽ മതിയോ? ഈ നിന്റെ ജാസ്മിൻ ഷാൻ അപ്പോളോയുടെ ഫ്രണ്ടിലേക്ക് വിടോ? അല്ലെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റിയുടെ ഫ്രണ്ടിലേക്ക് വിടോ? ലേക്ക് ഷോറിന്റെ ഫ്രണ്ടിലേക്ക് വിടോ? വിടില്ല. അവിടെയാണ് ദുരൂഹത ഒളിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളോട് ഈ മലർനാടൻ വ്യാജന്റെ പേരെടുത്ത് വരുമ്പോൾ വിലയിട്ട് വാങ്ങുന്നവരുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഘികളും ക്രിസംഘികളും മലർനാടനെ കൊണ്ട് നടക്കുന്നവരൊന്ന് കേട്ടിരുന്നാൽ നല്ലതാണ്. അവൻ ആർക്കിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി പണിയുമെന്നത് മനസ്സിലാക്കിയിരിക്കുക.